കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക താരങ്ങളെയും പരിശീലകരെയും ആദരിച്ചു. നമ്മുടെ മാർബേസിൽ സ്കൂളിന്റെ തനതായിട്ടുള്ള ക്ലാപ്പ് നൽകി ഈ കുട്ടികളെ വേദിയിലേക്ക് ആനയിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേശീയ കായിക താരങ്ങൾക്കും പരിശീലകർക്കും ആദരവ് നൽകി. ദേശീയ മെഡൽ ജേതാക്കളായ ജീന ബേസിൽ, ജസീം ജെ റസാഖ്, ശിവദേവ് രാജീവ്, ഇ.കെ. മാധവ് എന്നിവർ ഉൾപ്പെടെ 8 താരങ്ങളാണ് ദേശീയ മീറ്റിൽ മാറ്റുരച്ചത്. പ്രൈവറ്റ് ധനകാര്യ ഏജൻസിയായ ഇന്റൽ മണി 1,60,000 രൂപ വിലയുള്ള പോൾ സ്കൂളിന് സമർപ്പിച്ചു. സ്കൂളിന് വേണ്ടി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ ദേശീയ താരങ്ങളെയും പരിശീലകരായ ഷിബി മാത്യു, മധു സിയാർ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 200 മീറ്ററിൽ ഒന്നാം സ്ഥാനം നേടിയ മാധവ് ഇ.കെ. സംസ്ഥാന സ്കൂൾ കായികമേളയിലും നൽകിയിട്ടുള്ള ശ്രീ ശരത് അമ്പാട്ട്. ഇന്റൽ കോർപ്പറേഷൻ ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ ഇന്റൽ മണിയുടെ ഉപഹാരം സ്കൂളിന് സമർപ്പിച്ചു. പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പി.ഒ, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, PTA പ്രസിഡന്റ് സനീഷ് A.S, കായിക അധ്യാപിക ഷിബി മാത്യു, പരിശീലകൻ മധു സിയാർ, മാധ്യമപ്രവർത്തകൻ ശരത് അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ മുമ്പിൽ നമ്മളൊരു വിദ്യാഭ്യാസ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കോതമംഗലം ചൂണ്ടിക്കാണിക്കും. ഒരു കായിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കോതമംഗലം ചൂണ്ടിക്കാണിക്കും. ആ തരത്തിലേക്ക് നമ്മുടെ കോതമംഗലം മാറി. പണ്ടൊക്കെ കാരണന്മാർ പറയുമായിരുന്നു ഏതപ്പാ കോതമംഗലം. അപ്പോൾ ഇതാണ് കോതമംഗലം എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള പദ്ധതികളാണ് മാർബേസ് ഹൈസ്കൂൾ സെക്കൻഡറി മുതൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പോൾ സംഭാവന ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ പറയാറുണ്ട്, തൃശ്ശൂർ പൂരത്തിന് ഒരു സാമ്പിൾ വെടിക്കെട്ടുണ്ട്, ഒരു സമരത്തിന് ഒരു സൂചനാ സമരമുണ്ട്, ഒരു പണിമുടക്കിനൊരു സൂചനാ പണിമുടക്കുണ്ട്. ഇതുപോലെയുള്ള ഒരു സാമ്പിളാണ് ഈ പോള്. ഇതിലും വലിയ ഉപകാരങ്ങൾ തരുവാനായിട്ട് ഇന്റൽ മണി കോർപ്പറേഷൻ്റെ ചെയർമാൻ മോഹൻ സാറിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളെ, നിങ്ങളൊക്കെ ഒരു വലിയ അംബീഷനിൽ വേണം നടക്കാൻ. സ്പോർട്സ് ആണ് സ്പോർട്സ്, IPS ആണ് IPS, IAS ആണ് IAS. പഠിക്കുന്നവരും നല്ലപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, നല്ലപോലെ പഠിക്കണം. പണ്ട് 36 IASകാരുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. ഇന്നിപ്പം നമ്മൾ 8-10 പേരേ ഉള്ളൂ. ഈ 8-10 പേര് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ബാക്കി മുഴുവൻ വരുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. നിങ്ങൾ എന്തുകൊണ്ട് IASനും IPSനും ഒന്നും പോകുന്നില്ല? നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയില്ലേ? ആ ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക നമ്മൾ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്. സ്പോർട്സിൽ പോകുന്നവർ സ്പോർട്സിൽ പോകും, മറ്റേ ഡോക്ടറാണെന്ന് വിചാരിക്കുന്നവർ ഡോക്ടറിൽ പോകും. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മുമ്പോട്ട് നീങ്ങി അതാത് ഞാൻ ഒരു കൃത്യനിഷ്ഠ എടുക്കണം, ഞാൻ ഇന്നതായി തീരും എന്നുള്ളൊരു മനോധൈര്യം ഉണ്ടായിരിക്കണം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.